ആ കയറിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കംഫർട്ടായി എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ദിവസം ആ വിസ കഴിഞ്ഞ് മറ്റൊരു വിസ പുതുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ പേരിൽ ലീഗൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഷോക്കാവുന്നത്. അപ്പോൾ വർഷങ്ങളോളം ഈ ട്രേഡ് ലൈസൻസ് പുതുക്കാതെ കിട്ടും. അപ്പോൾ പുള്ളി പറയുന്നത് ഞാൻ എൻ്റെ ഈ ഫ്രീ സോൺ ലൈസൻസ് ഉണ്ടാക്കിയ ഏജന്റിനെ, ഹിൽട്ടൺസ് പോലുള്ള മറ്റൊരു ഏജന്റിനെ അദ്ദേഹം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു. വിസയും ക്യാൻസൽ ചെയ്യണം, ട്രേഡ് ലൈസൻസ് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാശ് വരെ അടച്ചിരുന്നു. ഇല്ല, പക്ഷേ വിസ ക്യാൻസൽ ചെയ്ത് കൊടുത്തു. അത് അവർ ഈ ഏജന്റ് ട്രേഡ് ലൈസൻസ് ക്യാൻസൽ ചെയ്ത് കൊടുത്തില്ല. അപ്പം ഞാനിതിനകത്ത് പറഞ്ഞത് ഇതൊക്കെ അബദ്ധങ്ങളാണ്. ഈ നമ്മൾ ഈ ബിസിനസ് സെറ്റപ്പിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് റിയാസ് ഭായ് അതിൽ തന്നെ ഫ്രീ സോണിനെ കുറിച്ചൊക്കെ നമ്മളൊരുപാട് വീഡിയോസ് ചെയ്യും. അപ്പോൾ പലരും ആ ഫ്രീ സോണിനെ കുറിച്ച് പറയുമ്പോൾ ആ ഫ്രീ സോണിൽ ബിസിനസ് ചെയ്തിട്ട് പലർക്കും ഒരു പെനാൽറ്റി പോലെ വന്നതായിട്ട് നമ്മൾ പലപ്പോഴും കേൾക്കാറുമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പ് ഡിസ്കഷനിലൊക്കെ അങ്ങനത്തെ ഒരു ടോപ്പിക്ക് വരാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഫ്രീ സോൺ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ തന്നെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നൊരു പ്ലേസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഈ ഒരു ഫൈൻ വരാനുള്ള ഒരു കാരണം എന്തായിരിക്കും ആക്ച്വലി? അത് നല്ലൊരു ചോദ്യമാണ്. ഈ ഫ്രീ സോണിന്റെ കേസിൽ ആളുകൾ ഒന്ന് ചെറിയ കോസ്റ്റ് എന്നുള്ള രീതിയിൽ പോകുന്നതാണ്. പലപ്പോഴും ഒരു ബിസിനസ് ചെയ്യാന്നുള്ളതിനേക്കാൾ ഉപരി ഒരു വിസ നിലനിർത്താന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർ ഈ വിസ ക്യാൻസൽ ചെയ്യും, പക്ഷെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ മറക്കും. വിസയൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും, ട്രേഡ് ലൈസൻസ് പുതുക്കാതെ അങ്ങനെ വെക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ആളുകളുടെ മിസ്റ്റേക്കുകൾ കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഇങ്ങനെ ഫൈനായി ആ ഫൈന് കൂടി വന്ന് വർഷങ്ങളുടെ പിന്നെ ബാധ്യതയായിട്ട് മാറും. പക്ഷെ അത് ശ്രദ്ധിക്കാതെ അങ്ങനെ ഇടും. ഇപ്പം മെയിൻലാൻഡിലുള്ളൊരു കമ്പനി തുടങ്ങി നിങ്ങൾ അങ്ങനെ വെച്ചാലും ഇപ്പം നിലവിൽ ഫൈനുകളുണ്ടെങ്കിലും അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കോ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കോ ട്രാവൽ ചെയ്യുമ്പോഴൊന്നും ഒരു ബുദ്ധിമുട്ട് വരുന്ന രീതിയിലേക്ക് ഇതുവരെ നിലവിലായിട്ടില്ല. നാളെ വരോ ഇല്ലതിനെ കുറിച്ച് നമുക്കറിയില്ല. അങ്ങനെയുള്ള കുറേ ലൈസൻസുകൾ നമ്മുടെ തന്നെ ക്ലയൻറ്റുകളുണ്ട്. പക്ഷേ ഫ്രീ സോൺസ് അങ്ങനെയല്ല. പ്രത്യേകിച്ച് ഈ 58ഓളം ഫ്രീ സോണുകൾ ഉണ്ടെങ്കിലും അതിൽ സെമി ഗവൺമെൻറ് ഫ്രീ സോണുകളുണ്ട്, മാനേജ് ചെയ്യുന്നത് പ്രൈവറ്റ് കമ്പനികൾ മാനേജ് ചെയ്യുന്ന ഫ്രീ സോൺസുകളുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഫൈൻ വരുമ്പം അവരത് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതൊരു പോലീസ് കേസായിട്ട് മാറും. നിങ്ങൾക്ക് ഒരു സാധാരണ ചെക്ക് ഇട്ട് ബൗൺസ് ചെയ്തിട്ടുള്ള കേസ് പോലെ തന്നെ ട്രാവൽ ബാൻ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ക്ലയൻറ്റ് വന്ന് ഈ അടുത്ത റീസെൻ്റ്ലി വന്നൊരു ക്ലയൻറ്റ് ഇതേപോലെ അദ്ദേഹത്തിന് ഒരു ഏജന്റ് മുഖേന ഞങ്ങളൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ഏജന്റ് മുഖേന ഫ്രീ സോൺ ലൈസൻസ് എടുത്തു. പിന്നെ ദുബായിലല്ല, മറ്റൊരു എമിറേറ്റിൽ ചെറിയ കാഷിനെടുത്തു. അദ്ദേഹം നല്ലൊരു ജോബ് കിട്ടിയപ്പോൾ ആ ബിസിനസ്സൊക്കെ ഒഴിവാക്കി ഒരു ജോലിക്ക് കയറുകയാണ്. ആ കയറിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കംഫർട്ടായി എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ദിവസം ആ വിസ കഴിഞ്ഞ് മറ്റൊരു വിസ പുതുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ പേരിൽ ലീഗൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഷോക്കാവുന്നത്. അപ്പോൾ വർഷങ്ങളോളം ഈ ട്രേഡ് ലൈസൻസ് പുതുക്കാതെ കിട്ടും. അപ്പോൾ പുള്ളി പറയുന്നത് ഞാൻ എൻ്റെ ഈ ഫ്രീ സോൺ ലൈസൻസ് ഉണ്ടാക്കിയ ഏജന്റിനെ, ഹിൽട്ടൺസ് പോലുള്ള മറ്റൊരു ഏജന്റിനെ അദ്ദേഹം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു. വിസയും ക്യാൻസൽ ചെയ്യണം, ട്രേഡ് ലൈസൻസ് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാശ് വരെ അടച്ചിരുന്നു. ഇല്ല, പക്ഷേ വിസ ക്യാൻസൽ ചെയ്ത് കൊടുത്തു. അത് അവർ ഈ ഏജന്റ് ട്രേഡ് ലൈസൻസ് ക്യാൻസൽ ചെയ്ത് കൊടുത്തില്ല. അപ്പം ഞാനിതിനകത്ത് പറഞ്ഞത് ഇതൊക്കെ അബദ്ധങ്ങളാണ്. അപ്പോൾ ക്യാൻസൽ ചെയ്യാനൊരു ഏജന്റിന് കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ക്യാൻസൽ ചെയ്ത സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിരിക്കണം. നമ്മൾ ബാങ്കിൽ നിന്ന് ഇപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്താൽ പോലും ഞാൻ ആളുകളോട് പറയാറുണ്ട് നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അതിനൊരു 200 ദിർഹംസ് അടച്ചാലും നിങ്ങൾ വാങ്ങിച്ച കയ്യിൽ വെക്കണം എന്ന് പറയുന്ന പോലെ നമ്മളത് ക്ലാരിറ്റി വരുത്താന്നുള്ളതാണ്. അപ്പോൾ ക്യാൻസൽ ചെയ്ത് പ്രോപ്പർലി എന്തെങ്കിലും അങ്ങനെ ഫൈന് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് നമ്മൾ ലീഗലി പോയിട്ടില്ല എന്നല്ലാതെ ഫ്രീ സോൺസിന്റെ മിസ്റ്റേക്ക് അല്ല. ഒരിക്കലും ഫ്രീ സോൺ അങ്ങനെ വെറുതെ ഫൈൻ ഇടുകയോ പെനാൽറ്റി ഇടുകയോ ചെയ്യില്ല. അബദ്ധങ്ങൾ സംഭവിക്കുന്നതുകൊണ്ട് വരുന്നതാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ വിസ ക്യാൻസൽ ചെയ്യണം, ലൈസൻസും ക്യാൻസൽ ചെയ്യണം. അതെ. ഓക്കെ. അങ്ങനെ ഒരു പക്ഷേ ഒരു ക്യാൻസൽ ചെയ്യാതെ അയാൾക്കൊന്നും പോകാൻ പറ്റില്ല അല്ലേ റിയാസ്? ഇല്ല, പോകാൻ പറ്റില്ല. അപ്പോൾ ഫ്രീ സോൺ അതോറിറ്റിയെ കാണണം. അപ്പോൾ നേരത്തെ ഇപ്പോൾ ഞങ്ങളുടെ ഈ ക്ലയൻറ്റിൻ്റെ ഒരു കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ അവർ നമ്മുടെ അടുത്ത് വന്നു, പല ഏജന്റുകൾ സമീപിച്ചിരുന്നു. അവസാനം ഇതുപോലെ ഇബാദക്കാടെ വീഡിയോ കണ്ടിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്, മറ്റൊരു വീഡിയോ കണ്ട്. അപ്പോൾ അത് നമുക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റി. അതായത് അവർ പോയി ഈ പറയുന്ന ഫ്രീ സോണിൽ പോയി സംസാരിച്ച് ഇദ്ദേഹം ഇങ്ങനെ ഇന്നസെൻ്റ് ആണ് ഈ കേസിൽ, അങ്ങനെയുള്ള ഇമെയിലും കമ്മ്യൂണിക്കേഷനും ഏജന്റിന്റെ മിസ്റ്റേക്ക് ആണെന്നുള്ളത് കറക്റ്റ് പ്രൂവ് ചെയ്ത് അത് വേവ് ഓഫ് ചെയ്തു.
അങ്ങനെ അവർ ക്യാൻസൽ ചെയ്ത പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർ മറ്റൊരു ബിസിനസ് ലൈസൻസ് ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തു സുഹൃത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഒരു കൺസൾട്ടൻസിന്റെ ആവശ്യം അവിടെ വരുന്നത്. ഇപ്പോൾ അതൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞ് ഫ്രീ സോൺസ് മാർക്കറ്റ് ചെയ്യുന്ന കാണാമല്ലോ ഒന്ന്. അത് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഫ്രീ സോണിന്റെ മാർക്കറ്റിംഗ് കണ്ടിട്ട് നിങ്ങളൊരു ഫ്രീ സോണിൽ പോകുമ്പോൾ നിങ്ങളുടെ ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിന് ആ ഫ്രീ സോൺ ആണോ നല്ലത്, വേറെ ഫ്രീ സോണോ നല്ലതെന്ന് ഒരു കൺസൾട്ടന്റിനെ പറഞ്ഞു തരാൻ സാധിക്കുമല്ലോ. അവിടെയാണ് പറഞ്ഞത്. തുടങ്ങാനായി സാധിക്കും, പക്ഷേ ഏത് ഫ്രീ സോൺ നല്ലതെന്ന് പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് സാധിക്കും. അതാണ് ഇത് പറയുമ്പോൾ റിയാസ് ഭായി, ഇതൊന്നും ഇല്ലാത്തൊരു ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് ലൈസൻസുമായിട്ട് ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻ. വേറെ കാര്യം നമ്മളതിൽ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മൾ പോയപ്പോൾ നമ്മുടെ സുഹൃത്തിന് എന്തൊരു സംതിങ് വയലേഷൻ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരിക്കും. 1000 ദിർഹംസ് ഇത് പെനാൽറ്റി വന്നു. 1000 ദിർഹംസ് കാറിന് പെനാൽറ്റി വന്നു. അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചെന്ന് വെച്ചാൽ, ആളോട് ക്യാമറയല്ല അടിച്ചേക്കുന്നത്, പോലീസുകാരെന്തോ അങ്ങനെ എന്തോ നോക്കിയെന്തോ. സപ്പോസ് അങ്ങനെ. അപ്പോൾ ഇയാൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു, ഞാനങ്ങനെ വയലേറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇയാൾ പറയുന്നുണ്ട്. സപ്പോസ് ഇങ്ങനെ ഒരു പെനാൽറ്റി വന്നു കഴിഞ്ഞാൽ, എനിക്ക് അറിയാനായിട്ട് ചോദിക്കും, പെനാൽറ്റി വന്നു കഴിഞ്ഞാൽ അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള സാധ്യത? പിന്നെ അത് ഈവൻ പണ്ട് കാലം മുതലേ ആ സംവിധാനമുണ്ട്. ഇപ്പം കുറെ കൂടി അഡ്വാൻസ്ഡ് ക്യാമറകളൊക്കെ ആയി. നമ്മുടെ ക്യാമറന്റെ അടുത്ത്, നമ്മളെ വണ്ടിയുടെ അടുത്തൂടെ മറ്റൊരു വണ്ടി സ്പീഡിൽ പോയിട്ട് ക്യാമറ അടിച്ചിട്ട് നമുക്കും കൂടി ഫൈൻ വന്ന കേസുകളൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു. ഇപ്പൊ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാമറകളായി. അങ്ങനെയുള്ള സമയത്ത് അത് പോയിട്ട് മാറ്റിക്കാറുണ്ട്. മാറ്റിക്കാൻ പറ്റുമല്ലേ? മാറ്റിക്കാൻ പറ്റും. നിങ്ങൾക്ക് അത്രയും ഷുവർ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിക്കാം. അല്ല, ഞാനപ്പോൾ ആളോട് ഒരു ത്രില്ല് ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾക്കത് ചെയ്യാമോ? അതിന് നടക്കുമെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് ആളതിന്മേലൊരു പറഞ്ഞ കമന്റ്. അതുകൊണ്ടാണ് ഒരിക്കലല്ല, ദുബായിൽ അത്തരം കാര്യങ്ങൾക്ക് അത് പിന്നെ മെയിൽ കമ്മ്യൂണിക്കേഷനിലൂടെ തന്നെ മാറ്റിക്കാൻ പറ്റും. നേരിട്ട് പോവാതെ തന്നെ ഡിജിറ്റലി തന്നെ നിങ്ങൾ കംപ്ലൈന്റ് റൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RTയുടെ ആപ്പിലോ ദുബായ് പോലീസിന്റെ ആപ്പിലോ, ദുബായിലെ കാര്യം പറയുന്നത്, ആ സംവിധാനമുണ്ട്. നമുക്കത് കംപ്ലൈന്റ് റൈസ് ചെയ്ത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറഞ്ഞ് അത് തിരിച്ച് എത്രയോ കേസുകളുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ ആൾ പേടിക്കണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഓരോ എപ്പിസോഡ് വരുമ്പോഴേ നമ്മൾ ഓരോ എപ്പിസോഡ് പുതിയ പുതിയ കാര്യങ്ങളാണ് നമ്മൾ ആളുകളിലേക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ എന്തായാലും ബിസിനസ് സെറ്റപ്പ് അറിയുന്ന കാര്യങ്ങൾ പിന്നെ ബിസിനസ് സെറ്റപ്പുമായിട്ട് നമ്മൾ റിയാസ് ബായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോ എപ്പിസോഡിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കോൺടാക്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.